നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. നമസ്കാരം സർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ ചോദ്യം മാർക്ക് ഫേബർ ഒറ്റ ഇൻവെസ്റ്റർ അവർ എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു 20% വീഴാൻ ചാൻസ് ഇരിക്കുന്നു. അതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓൺ ദി അതർ സൈഡ് പരാത് പരീഖ് ഫണ്ടിന്റെ സിഇഒ എന്ത് പറയുന്നു എന്നാൽ വർഷത്തിന് 15 20% വരയ്ക്കും ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റിട്ടേൺസ് ഒന്നും നിങ്ങൾ എതിർ നോക്കണ്ട എന്നാണ് പറയുന്നു. ഒരു സൈഡ് വീഴുമെന്ന് പറയുന്നു, ഒരു സൈഡ് റിട്ടേൺസ് നിങ്ങൾ എതിർ നോക്കണ്ട എന്ന് പറയുന്നു. ഇപ്പൊ മാർക്കറ്റിനകത്ത് വരണമെന്ന് വിചാരിക്കുന്നവർ വർഷത്തിന് എത്ര % ആണ് അവർ എതിർ നോക്കാം സർ? ആണൊക്കെ ഒരു 14% റിട്ടേൺ വരുവാണെങ്കിൽ വളരെ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 3 വർഷത്തിന് റിട്ടേണേ വന്നില്ല. ഈ 3 വർഷവും 0 റിട്ടേൺ ആണ്. അടുത്ത 3 വർഷവും 0 റിട്ടേൺ ആണ്. ഇതിന് ശേഷം നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ സ്റ്റോക്കിനെ കറക്റ്റായ വിലയിൽ വാങ്ങി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിട്ടേൺ കിട്ടും. അതിനെ കൂടെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. ചീപ്പായിട്ടുള്ള സ്റ്റോക്സിന് കുറച്ച് നല്ല റിട്ടേൺ കിട്ടും സ്വർണ്ണ സമയം. ആ ബൗൺസ് എപ്പോൾ വരും, ഇന്ന് തന്നെ വരുമോ അല്ല നാളെ തന്നെ വരുമോ എന്നൊക്കെ പറയാൻ പറ്റൂല. രണ്ടുപേരും പറയുന്ന കാര്യം ഒന്നാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ ഒരു 12% കിട്ടുമെന്നൊക്കെ പറയുന്നതൊക്കെ വളരെ തെറ്റാണ്. കാശൊന്നും ബാങ്കിന് വരാതെ സ്ട്രൈറ്റ് ആ മ്യൂച്വൽ ഫണ്ടിൽ ചെന്നിരിക്കുന്നു. മാസത്തിൽ 25 30,000 കോടി വന്ന് മാർക്കറ്റിൽ ചെന്നുകൊണ്ടിരിക്കുന്നു. ആ കാശിനടുത്താണ് വെളിയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാശ് ഇടുവാണെങ്കിൽ 4 വർഷത്തിന് ഇപ്പോൾ നിങ്ങൾ കാശ് ഇടുവാണെങ്കിൽ റിട്ടേൺ വരൂല എന്ന കാര്യത്തിൽ നിങ്ങൾ വ്യക്തമായിട്ടിരിക്കുവാണെങ്കിൽ ഓക്കെ. സർ, അപ്പൊ അടുത്ത 4 കൊല്ലത്തിന് റിട്ടേൺ വരില്ല എന്ന കാര്യത്തിന് ഞാൻ സർ ഇങ്ങനെ ചുറ്റി പറയുന്നത് ഇങ്ങനെ ചുറ്റി എഴുതുന്നത് പോലെ പറയുന്നു. ഒരാൾ റിട്ടേൺ വരൂല എന്നാണ് പറയുന്നു. മാർക്കറ്റ് അടുത്ത 3 വർഷത്തിൽ 30,000 കഴിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചാൽ പോകൂല. പെൻഷൻസ് ഒക്കെ 1 ലക്ഷം കഴിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു ന്യൂസ് കൊല്ലം കൊണ്ട് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ന്യൂസ് തന്നെ നോക്കുന്നു സാർ. പെൻഷൻസ് 1 ലക്ഷം കഴിഞ്ഞ് 5 വർഷമായി എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു. തന്നെ സാർ 2019 ഞാൻ ന്യൂസ് 18 ഇരിക്കുമ്പോ പത്രത്തിൽ ഹെഡ്ലൈൻ വന്നായിരുന്നു, സെൻസെക്സ് 40,000 കഴിഞ്ഞ് പോയി എന്ന്. ഒരുപാട് കൊല്ലത്തിന് മുമ്പല്ലേ, 2020-21 പ്രോബബ്ലി ആ സമയമാണ്. 2019 എന്നാണ് തോന്നുന്നു. അതിന്റെ ശേഷം ഈ കൊല്ലം 1 ലാഖ് പോകും എന്നൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാ കൊല്ലവും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നേ അല്ലാതെ ഇതൊരു മാറ്റവുമല്ല. 85 വരയ്ക്കും ചെന്നുകൊണ്ടാണ് ഇപ്പോൾ 76 എത്തിയിരിക്കുന്നത്. ഓക്കെ സർ, ഇപ്പൊ കുറിപ്പിട്ട ചില സ്റ്റോക്സ് നിങ്ങളെ നോക്കി വാങ്ങാൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നടക്കാൻ ചാൻസ് ഇരിക്കുന്നൊക്കെ പറയാല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു റീൽ കണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വന്നിട്ട് സിൽവർ വാങ്ങിയായിരുന്നു. 600 രൂപ ഇരുന്നപ്പോഴാണ് ആ സിൽവർ വാങ്ങിയത്. അപ്പോൾ എന്തിനു വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സോലാറിലൊക്കെ ഈ വെള്ളി ഉപയോഗിക്കും, അതുകൊണ്ട് വാങ്ങിയെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു റീസൺ തോന്നി. ഒരുപാട് ദിവസത്തിന് ഞാൻ വച്ചിരിക്കും എന്ന് അയാൾ പറഞ്ഞായിരുന്നു. ഒരു ദിവസം 200 രൂപയ്ക്ക് വന്നതിന്റെ ശേഷം പെട്ടെന്ന് ആ സോളാറിനെ കുറിച്ചൊക്കെ അയാൾ മറന്നു. 400 രൂപയ്ക്ക് വാങ്ങിയത് 200 രൂപ എത്തി എന്ന് പറഞ്ഞ് പൊലമിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ഞാൻ കണ്ടായിരുന്നു സർ. എനിക്ക് എന്ത് തോന്നി എന്നാൽ കോമൺ മാൻ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഞാനൊരു ഷെയർ വാങ്ങി ഒരുപാട് ദിവസം വച്ചിരിക്കുന്നു, അത് ഒന്നും നടക്കാതെ അങ്ങനെ തന്നെ ഇരിക്കും. പെട്ടെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഏറാൻ തുടങ്ങും. ഞാൻ വാങ്ങിയതിന്റെ ശേഷം ഇറങ്ങാൻ തുടങ്ങും. ഇത് ഞങ്ങൾക്കിരിക്കുന്ന സൈക്കോളജി പ്രോബ്ലമാ അല്ലെ സത്യത്തിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് സർ? സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലമാ. പക്ഷെ അത് കണ്ണിന്റെ മുമ്പ് നടക്കുന്നല്ലേ സർ? കാരണം നിന്റെ ക്ഷമ നിന്നെ വിട്ട് പോയി, എന്ത് ചെയ്യാൻ പറ്റും സർ? അടുത്ത ദിവസം തന്നെ കയറുന്നു സർ. അല്ല, ഭയങ്കര വിഷമം സർ. അതാണ് ഞാൻ പറയുന്നു. ഇന്ന് നീ ലാസാഹാൻ വാങ്ങിയെന്ന് വെച്ചോ, ഇപ്പോൾ ഞാൻ 500 രൂപയ്ക്ക് ഒരു സ്റ്റോക്കാണ് വാങ്ങിയെന്ന് വെച്ചോ, 500 വന്നാ എന്ത് പോയാ എന്ത്, എനിക്ക് വിഷമമേ ഇല്ല. ഓൾഡിൽ മാർഗം സ്റ്റാൻലി ഒന്ന് പറയുന്നു $5,600 പെർ റൗണ്ട്സ് പോകുമെന്ന്. ഡാഷ്യ ബാങ്ക് $3,800 നോക്കി വരുമെന്ന് പറയുന്നു. ചേർത്തുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ടും പറഞ്ഞ നമ്മൾ സമ്മതിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇത് പറയും. ഡാഷ്യ ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് 2 പ്രാവശ്യം കയറ്റും. അങ്ങനെ കയറ്റുമ്പോൾ 3,800 എത്തും. മോർഗൻ സ്റ്റാൻലി എന്ത് പറയുന്നു എന്നാൽ റേറ്റ് കയറ്റാൻ സാധ്യതയില്ല, റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. റെക്കോണെങ്കിൽ അതാണ് അവരുടെ നഷ്ടമാണ്. റേറ്റ് കട്ട് നടക്കുവാണെങ്കിൽ നല്ല ഗ്രോത്ത് ഇരിക്കും. റേറ്റ് കട്ട് റൈസിന് സിനാരിയോ, ഇത് റേറ്റ് കട്ടിനുള്ള സിനാരിയോ. റൗണ്ട്സ് എന്ന് പറയുമ്പോൾ 30 ഗ്രാം റൗണ്ട് ആയിരിക്കാം. 30 ഗ്രാം എന്ന് പറയുന്നത് $5,600 എങ്കിൽ ഗ്രാം എത്രയും പോകുമെന്ന് നിങ്ങൾ തന്നെ കണക്കിടാം. കണക്കിട്ടുകൊണ്ട് കമന്റിൽ പറയൂ. ഒരു ഔൺസ് $5,600 പോകുമെന്നും ഒരു ഔൺസ് വന്നിട്ട് $3,200 പോകുമെന്നും ഒവ്വൊരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനും പറയുന്നു. നിങ്ങൾ കമന്റിൽ ഇടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. അടുത്തതായിട്ട് ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരളവിന് കൺസോളിഡേറ്റ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ചെറിയ വലുതായിട്ട് അപ്രീസിയേഷൻ ഇരിക്കില്ല എന്നല്ല, ഇനി ഒരു 6 മാസം ഇങ്ങനെ ഇരിക്കും. ശേഷം അമേരിക്കയിൽ റേറ്റ് കട്ട് കൺഫേം ആയതിനു ശേഷം പിന്നെ കയറും. ഇരിക്കുമ്പോൾ ഈ മണപ്പുറം മുത്തൂറ്റ് പോന്ന സ്റ്റോക്കൊക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കുന്നില്ലേ, അതെന്താവും സർ? പ്രോഫിറ്റ് ബുക്ക് ചെയ്തോണ്ട് പിന്നെ അത് നിന്റെ ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കൻ റിസഷൻ വന്ന് റേറ്റ് കയറിയാൽ എന്ത് ചെയ്യും? സമയം കളയണ്ട. ഇങ്ങനെ ഈ ലാഭം സമ്പാദിച്ചു
രൂപയ്ക്കുള്ളത് 300 രൂപയ്ക്ക് കിട്ടി എനിക്ക് അപ്പുറം മതി എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിറ്റുകൊണ്ട് പോവാം. ഞാൻ തിരികെ വാങ്ങാൻ പോകുന്നു, ഇത് വരും എന്ന് വിചാരിക്കുവാണെങ്കിൽ അങ്ങനൊന്നും നടക്കൂല. യെസ് സർ. ഇപ്പൊ ഗോൾഡ് പ്രൈസ് വന്നിട്ട് വീഴുമെന്ന് പറഞ്ഞു. വെച്ചാൽ വീഴും, 6-7 മാസത്തിന് വീഴും. ഒരുപാട് ആൾക്കാർ സ്വർണ്ണം വില കുറയുവാണെങ്കിൽ ഗോൾഡ് വാങ്ങാൻ തുടങ്ങും. തങ്കമയിൽ, കല്യാൺ, ടൈറ്റൻ പോയത്തെ കമ്പനീസ്. ഇപ്പോൾ ഞാൻ ഇതിനൊക്കെ ഹോൾഡ് ചെയ്യണോ അല്ല അക്യുമുലേറ്റ് ചെയ്യണോ? ഒരു ഷോർട്ട് ടേം സീക്കാണ്, നമ്മൾ നല്ലതായിട്ട് ഹോൾഡ് ചെയ്യാം. ഫ്യൂച്ചറിൽ 22 ക്യാരക്ടർ വിട്ടുകൊണ്ട് 16 ക്യാരക്ടർ നോക്കി പോകും. ക്ലിയർ അപ് ടു 9 ക്യാരക്ടർ വരയ്ക്കും പോകും. ഞാൻ ജ്വല്ലറി ഡെഫിനറ്റ് ആയിട്ട് വാങ്ങും. ഇത് കാരണം കൊണ്ട് ജ്വല്ലറി വീഴുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. യെസ് സർ. അടുത്തത് വന്നിട്ട് യെസ് ബാങ്ക് സർ. ഈ 2 വീക്ക് ലോയിലിരുന്ന് ഈ 2 വീക്ക് ഹൈക്ക് വന്നിരിക്കുന്നു. അത് ഒരു 3 മാസത്തിൽ ഇത് വളരെ ചീപ്പായിരിക്കുന്നു. ഡോമോ വരും, പാഷിടും, എറിയാകും എന്ന് പറഞ്ഞാണ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയണമെങ്കിൽ സിമിറ്റോമറെ കാസകത്ത് വന്ന് ഫുള്ളായിട്ട് ഡിപ്ലോയ് ചെയ്തതുപോലെ അല്ല. അപ്പോൾ എന്ന് ഡിപ്ലോയ് ചെയ്യുന്നു അന്ന് നോക്കാം. ദർശന വിടുമല്ലോ സർ. പല വർഷം കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ നീട്ടിപ്പോൾ ഇടാം. ഓക്കെ. അപ്പൊ പല വർഷം കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഇടാം. ഇത് കറക്റ്റാണ്. പല വർഷം കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ എന്ത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇത് സർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇല്ല സർ, സംശയം എന്തെന്നാൽ 1.5 ബുക്കിലിരിക്കുന്നു. ഓൾറെഡി 1.5 വിലയും കുറവായിരിക്കുന്നു. അപ്പോൾ ഇൻഡസെന്റ് എങ്ങനെയാണ് 1 ടൈം ബുക്കിന്റെ അടുത്തല്ലേ ഇരിക്കുന്നു. ഒരു ഷെയർ 1000 രൂപയ്ക്ക് ഇരിക്കുന്നു സർ. ഇതാണ് പ്രോബ്ലം. വാല്യുവേഷൻ നോക്കണം. നിങ്ങൾ വന്നിട്ട് കർണാടക ബാങ്ക് കൺസിഡർ ചെയ്യാം, കൺസിഡർ ചെയ്യാം, ഇന്ത്യൻ ബാങ്ക് കൺസിഡർ ചെയ്യാം. അവിടെ ഇരിക്കുന്നു. സർ ഫൈൻ. ഇതിൽ വന്നിട്ട് IDFC കുറിച്ച് ഒരു ചെറിയ സംശയം സർ. IDFCക്കും യെസ് ബാങ്കിനും ഒരു കമ്പാരിസൺ. അഡ്വാൻസസ് നോക്കിയെങ്കിൽ യെസ് ബാങ്കിന് 0.7 lakh ഗ്രോ, IDFC വന്നിട്ട് 2.8 lakh ഗ്രോ. വെറും 10,000 കോടിയാണ് അഡ്വാൻസസ് അധികം. 3.18 lakh crore ബാങ്കിന്. AFCയുടെ ഡെപ്പോസിറ്റ്സ് വളരെ കുറവായിരിക്കുന്നു. 20,000 crores വന്നിട്ട് കുറവായിരിക്കുന്നു. ബിസിനസ് 5.92 lakh crore ബാങ്ക്. IDFC 5.78 lakh crore. Ace to book 1.5 1.3 അറൗണ്ട് ഇരിക്കുന്നു. ഏത് ക്രൈറ്റീരിയയെ ബേസിക് ആയി എടുത്ത് നോക്കിയാലും യെസ് ബാങ്ക് ബെറ്റർ ആയിരിക്കുന്നു IDFCയെ കമ്പയർ ചെയ്യുമ്പോൾ. ഇവർ കൊടുത്തിരിക്കുന്ന ലോണൊക്കെ പഴയ കാലത്ത് ലോണാണ്. മുക്കാവാസി കാശ് തിരികെ വരില്ല. ഇപ്പൊ കാശായും കൊടുത്ത ലോൺ ഇങ്ങനെ വരും സർ. അപ്പൊ സിവിൽ ഭാഗത്ത് വന്നാലും ഓക്കെ, ശരി ചെയ്ത് അതിനെ ക്ലിയർ ആക്കും. സിവിൽ പറയുന്നു സർ. IDFCക്ക് ക്രെഡിബിൾ ലോക്കൽ ഫേസ്. ഓക്കെ സർ. ഇപ്പൊ IDFCയിൽ നിങ്ങൾ മുഖ്യമായിട്ട് പറയുന്നത് നന്ദൻ പറയുന്നു. AVS മണിയൻ പോലെയോ നന്ദൻ പോലെയോ ഒരാൾ യെസ് ബാങ്കിൽ വരുവാണെങ്കിൽ ഞാൻ നോക്കാം. വന്നിട്ടാന്നല്ല, വരട്ടോ ആദ്യം. കൺസിഡർ ചെയ്യുന്ന റേഞ്ചിൽ ഇരിക്കുന്നത് സർ. അതാണ് ചോദിക്കുന്നത് സർ. ചോദ്യമായിട്ട് ചോദിക്കുന്നത് സർ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇരിക്കുന്നല്ലേ, അതിൽ പോയി ഇതിന്റെ അടുത്ത് പോവാതെന്നാണ് അർത്ഥം. അപ്പൊ ചാൻസ് കിട്ടുമ്പോൾ 1-2 നോക്കാം. വളരെ കുറവ് സമയം പറ്റി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1-2 എന്ന് നോക്കാം. ബട്ട് മെയിനാ വന്നിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കർണാടക ബാങ്ക്, IDFC ഫസ്റ്റ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ കൂടെ നോക്കാം. എക്സ്പെൻസ് ആയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ എപ്പോ പറഞ്ഞതാ? 50 രൂപ പറഞ്ഞു. 86 രൂപയിൽ പറഞ്ഞായിരുന്നു. 302 രൂപ. ഫൈൻ സർ. താങ്ക് യു സർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.